ബി അശോക് IAS സസ്പെൻഷൻ. അനുമതിയില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതിനാണ് സസ്പെൻഷൻ. നിലവിൽ കാർഷിക സർവകലാശാല VC ബി അശോക്. സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സെയ്ഫ്, എന്താണ് ഈ സസ്പെൻഷൻ ആധാരമായി പറയുന്നത്? പ്രതികാര നടപടി എന്തെങ്കിലും ആണെന്നാണോ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം? സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ബി അശോക് രംഗത്തുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളടക്കം സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള ആളാണ് ബി അശോക്. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയ സമയത്ത് ട്രിബ്യൂണലിനെ സമീപിക്കുകയും അദ്ദേഹം അനുകൂലമായ വിധി നേടിയെടുക്കുകയെല്ലാം ചെയ്തിരുന്നു. എങ്കിലും അപ്രധാനമായ വകുപ്പുകളിലേക്കാണ് പിന്നീട് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. ഇതിനിടയിൽ കേരള ശബ്ദത്തിൽ ഒരു അഭിമുഖം നൽകി, പിന്നീട് ചില മാധ്യമങ്ങളിലൂടെ ചില പ്രതികരണം നടത്തി, സോഷ്യൽ മീഡിയയിലൂടെ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം. അതിൽ പ്രധാനമായും പറയുന്നത് തുടർഭരണം ഒരു ഫാസിസ്റ്റ് സ്വഭാവം കേരളത്തിൽ ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം വിമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അത് ഫാസിസ്റ്റ് മനോഭാവം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ തുടർഭരണം കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് വോട്ടർമാർ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണമെന്ന തരത്തിലുള്ള ധ്വനി വരുന്ന തരത്തിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുകയും അഭിമുഖം നൽകുകയെല്ലാം ചെയ്തിരുന്നു. അത് അങ്ങനെ അനുമതിയില്ലാതെ, സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അത് നൽകിയത്, അഭിമുഖം നൽകിയത് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ജയതിലക് അദ്ദേഹം ഒരു സസ്പെൻഷൻ ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളുടെയും മറ്റു മാധ്യമങ്ങളുടെയും സർക്കാർ പ്രവൃത്തിയെ വിമർശിക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്തിയതിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തരവ് അല്പസമയത്തിനകം തന്നെ അതിന്റെ പകർപ്പ് പുറത്തു വരികയും ചെയ്യും. എന്തായാലും വളരെ സീനിയറായിട്ടുള്ള IAS ഉദ്യോഗസ്ഥനാണ് ബി അശോക്. അദ്ദേഹം കുറെ കാലമായിട്ട് സംസ്ഥാന സർക്കാരുമായി അത്ര സ്വരച്ചേർക്കലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സൈനിക വകുപ്പിലേക്കടക്കം അദ്ദേഹത്തെ മാറ്റിയിരുന്നു. കാർഷിക സർവകലാശാലയുടെ VC ആയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തെ പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നത്. അതിനെതിരെ അദ്ദേഹം തന്നെ ട്രിബ്യൂണലിനെ സമീപിച്ച് അദ്ദേഹം അനുകൂല വിധി എടുത്തു. അനുകൂല വിധി നേടിയെടുത്തിട്ട് അദ്ദേഹത്തിന് അപ്രധാനമായ വകുപ്പ് ആണ് സംസ്ഥാന സർക്കാർ നൽകിയത്. ഇതിനിടയിലാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തുടർഭരണം ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വോട്ടർ ശ്രദ്ധിക്കണമെന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം നൽകിയത്. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്ത് അതിന്റെ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതാണ് സൈഫ്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ ഇത് കാണുന്നതാണ്. ബി അശോക് സർക്കാർ പോരാതെ പ്രത്യക്ഷത്തിൽ തന്നെ എത്തിയിരുന്നു. സ്ഥലമാറ്റലടക്കമുള്ള പ്രതികാര നടപടി സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തു. ഇനി ഒരു തുടർഭരണം ഉണ്ടാകരുത്, അതൊരു ഫാസിസ്റ്റ് സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഈ ലേഖനം അത് തന്നെയാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നയിച്ചത് എന്നാണോ മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അദ്ദേഹത്തെ വിളിച്ചിരുന്നു, പക്ഷെ അവൈലബിൾ ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം സ്വാഭാവികമായിട്ട് വരും സമയങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. എന്തായാലും ഇപ്പോൾ നേരത്തെ ജീന സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം നൽകിയ അഭിമുഖം തന്നെയാണ് സർക്കാരിന്റെ പ്രകോപനത്തിന് കാരണം. അതും വളരെ പ്രധാനപ്പെട്ട സമയത്താണ് ഈ നടപടി ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ്. കാരണം ഒരു 4 ദിവസം കഴിയുമ്പോൾ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരാൻ പോകുന്നത് ഒരു 4 ദിവസത്തിന് അപ്പുറമാണ്. അതിനിടയിലാണ് മുതിർന്ന IAS ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ തീരുമാനിക്കുക അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം കൂടി എടുത്തിരിക്കുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സമയത്ത് തന്നെ ആ തീരുമാനമെടുക്കുന്നു. അത് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി അനുമതിയോടുകൂടിയാണ് ആ ഉത്തരവ് ചീഫ് സെക്രട്ടറി ജയതിലക് പുറത്തിറക്കിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ നടപടികൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അദ്ദേഹം പാലിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടിയിട്ട് വേണം ഇത്തരത്തിലുള്ള അഭിമുഖങ്ങളും പ്രതികരണങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർ നടത്താൻ. അങ്ങനെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ബി അശോകിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. സൈഫ്, അതാണ് കാർഷിക സർവകലാശാല VC ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു അഭിമുഖം കൊടുക്കുമ്പോൾ അത് സർക്കാരിനെതിരെ മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത്, അതോ മറ്റെന്തെങ്കിലും സർക്കാരിനെ ചോദിപ്പിക്കുന്നത്? ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെതിരെ അടക്കം വിമർശനം അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഉണ്ടായിരുന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഈ ലേഖനത്തിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധത എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം പ്രധാനമായി സൂചിപ്പിച്ചത് ഭരണവിരുദ്ധ തുടർഭരണം അത് ഫാസിസ്റ്റ് മനോഭാവത്തിലേക്ക് സംസ്ഥാന സർക്കാരിനെ എത്തിക്കും. സുതാര്യമായ ജനാധിപത്യത്തിന് വോട്ടർമാർ ജാഗ്രത കാണിക്കണം. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാചകം. ആഭ്യന്തര വകുപ്പിനെതിരെ അദ്ദേഹം ചില വിമർശനങ്ങൾ ഈ കേരള ശബ്ദം എന്ന് പറയുന്ന വാരികൾ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. സൈബർ ഫാസിസം അരിച്ചു കയറുന്ന
സുഷിരങ്ങൾ അടക്കുക എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ ലേഖനം അന്ന് ബി അശോക് എഴുതിയിരുന്നത്. അന്ന് തന്നെ വലിയ വിമർശനങ്ങൾക്കത് കാരണമായിരുന്നു. മമ്മൂട്ടിക്കെതിരെ നടന്ന സൈബർ ആക്രമണം, വയനാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ നടന്ന സൈബർ ആക്രമണം, മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ചവരെ കൈകാര്യം ചെയ്യുന്ന രീതി, ഇതെല്ലാം ഫാസിസ്റ്റ് രീതികളാണ്, ഫാസിസം കടന്നു വരുന്നതിന്റെ സൂചനകളാണ് എന്ന് അദ്ദേഹം ആ ലേഖനത്തിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിരുന്നു. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ ചൊടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. എം ഡി വാസുദേവൻ നായർ പണ്ട് നടത്തിയ വിമർശനങ്ങളും അതുപോലെ തന്നെ സച്ചിദാനന്ദന്റെ തുറന്ന് പറച്ചിലുകളുമെല്ലാം അത് വിമർശന വിധേയം ആയിരുന്നു. അത് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഫാസിസ്റ്റ് മനോഭാവമാണ്. അതുകൊണ്ട് വോട്ടർമാർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. ഫാസിസ്റ്റ് സ്വഭാവം ഇല്ലാതാക്കാൻ വേണ്ടി തുടർഭരണം വേണ്ടതില്ല എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ സ്വീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അത് ചൊടിപ്പിച്ചിട്ടുണ്ടാകണം. അത് തന്നെയാണ് ഈ റിസൾട്ട് വരുന്നതിന് ഒരു 4-5 ദിവസം മുമ്പ് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചിരിക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നതായിട്ട് നമുക്കറിയാൻ കഴിയുന്നത് അനുമതിയില്ലാതെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ അഭിമുഖം നൽകി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. അതുകൊണ്ട് സർവീസ് ചട്ടത്തിന്റെ ലംഘനമായി കണക്കാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ജിന, അതാണ് ബി അശോകിനെ സസ്പെൻഷൻ അനുമതിയില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതിനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാർഷിക സർവകലാശാല VC-യാണ് അദ്ദേഹം. നിലവിൽ നേരത്തെ നമ്മൾ കണ്ടതാണ്, മാസങ്ങളായി അദ്ദേഹവും സർക്കാരും തമ്മിലുള്ള പോര് അത് പ്രത്യക്ഷത്തിൽ തന്നെ എത്തിയിരുന്നു. പ്രതികാര നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പലതവണ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കേരള ശബ്ദം എന്ന മാധ്യമത്തിന് അഭിമുഖം നൽകിയതിന്റെ പേരിലാണ് സർവീസ് ചട്ടം ലംഘിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോട് കൂടിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും സേവ് സൈനുലാബ്ദീൻ നൽകിയത്.